പ്രിയരെ, ബേപ്പൂർ സുൽത്താൻ എന്ന് മലയാളി ഏറെ സ്നേഹത്തോടെ വിളിച്ച വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമാണല്ലോ ഇന്ന്. മലയാളി ഏറ്റവും കൂടുതൽ വായിച്ച എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് ഈ മഹാനായ എഴുത്തുകാരൻ വായനക്കാരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി. എത്രയെത്ര കഥകളാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. പാത്തുമ്മയും ആയിഷക്കുട്ടിയും, പൊൻകുരിശു തോമയും, ആനവാരി രാമൻ നായരും, എട്ടുകാലി മമ്മൂഞ്ഞുമൊക്കെ എന്നെങ്കിലും നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോകുമോ? ഇല്ല. കാരണം ബഷീർ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെയും നമുക്കിടയിൽ തന്നെ ജീവിച്ചവരായിരുന്നു. ബഷീർ മനുഷ്യരെ സ്നേഹിച്ചു, ഈ പ്രകൃതിയെ സ്നേഹിച്ചു. സർവചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ തുല്യ അവകാശമുണ്ടെന്ന് വാദിച്ചു. ഭൂമിയുടെ അവകാശികൾ എന്ന കൃതി നമ്മോടതാണ് പറഞ്ഞു തരുന്നത്. ഈ കഥ ഒരു കൊച്ചു നാടകമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കഥകളുടെ സുൽത്താന്, ബേപ്പൂർ സുൽത്താന് 1000 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. ഭൂഗോളത്തിൽ ഇച്ചിരിപ്പിടിയോളം ഭാഗത്തിൻ്റെ ആജീവനാന്ത അവകാശിയായി തീർന്നതോടെ ഭാവി ജീവിതം സുരക്ഷിതമായി എന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു.
സംഭവം 2 ഏക്കർ തെങ്ങും പറമ്പാണ്. നന്നാക്കി സ്റ്റൈലാക്കാൻ കഴിയുന്ന ഒരു പഴയ വീടുമുണ്ട്. തേങ്ങ വിറ്റ് എല്ലാ ജീവിതാവശ്യങ്ങളും നേടാം. കുറേ മാവുകളും 2 വരിക്കപ്ലാവുമുണ്ട്. വീട്ടാവശ്യത്തിനുള്ള വിറക് പറമ്പിൽ നിന്ന് കിട്ടും. പുരാതനമായ ഒരു കിണറുമുണ്ട്. നല്ല വെള്ളം സുലഭം, മിനറൽ വാട്ടർ. ഈ വീട്ടുനികുതിയും പറമ്പിന് നികുതിയും അടയ്ക്കുന്നുണ്ടേ. തീ പിടിച്ച് വിലയ്ക്ക് വാങ്ങിയ ഈ കഷ്ണം ഭൂമിയുടെ എല്ലാ ഉടക്കുകളും തീർത്തിട്ടുണ്ട്. മുന്നാധാരങ്ങളെല്ലാം സഭദ്രം പെട്ടിയിലിരിക്കുന്നുണ്ട്. ഭൂഗോളത്തിലെ ഈ 2 ഏക്കർ സ്ഥലത്തിന് ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ടകടാഹത്തിലോ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും തന്നെ യാതൊരു അവകാശവുമില്ല. ഈ സംഗതി നാട് ഭരിക്കുന്ന ഗവൺമെൻറ് ഉറപ്പു തന്നിട്ടുള്ളതാണ്. ആന്ന് ഇവിടെ തെങ്ങുകളും മാവുകളും പ്ലാവുകളും മറ്റു മരങ്ങളുമുണ്ട്. മുറ്റത്തിൻ്റെ അതിരിൽ പൂച്ചെടിയുണ്ട്. ചുറ്റും വേലിയും ഗേറ്റുമൊക്കെയുണ്ട്. കാവൽക്കാരനായി ഷോൻ എന്ന ഒരു ഉശിരൻ നായയുമുണ്ട്. ദാ കേട്ടില്ലേ? പിന്നെ ആശ്രിതരായി കോഴികൾ, പശുക്കൾ, ആടുകൾ, പൂച്ചകൾ. പിന്നെ എൻ്റെ മക്കളും മക്കളുടെ മക്കളും ഭാര്യയുമുണ്ട്. എല്ലാവരുടെയും സുഖസമ്പൂർണമായ ജീവിതം ഇതാ ഈ നിൽക്കുന്ന തേങ്ങകളെ ആശ്രയിച്ചാണ്. തേങ്ങകൾ, മനസ്സിലായോ? തേങ്ങകൾ, അതാണു കഥ. തേങ്ങയ്ക്ക് വലിയ വിലയാണ്. വിറ്റാൻ നല്ല കാശ് കിട്ടും. ജീവിതം അങ്ങനെ സുഖകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് ദാ വരുന്നു ഒരു കൂട്ടർ. പ്രപഞ്ചങ്ങളിൽ ആരെയും മാനിക്കാത്ത ഒരു കൂട്ടർ. ഹായ്, എന്ത് മനോഹരമായ പറമ്പ്! നിറയെ പൂക്കൾ, ചെടികൾ. വാ, വയറ് നിറയെ തേൻ കുടിക്കാം. റെഡി? 1, 2, 3. Wow! Wonderful! Fantastic! What a beauty! അവിടെ മാങ്ങ, ഇവിടെ ചക്ക, അപ്പുറത്ത് പേരക്ക, പപ്പായ സപ്പോർട്ടും തകർത്തു തിമർത്തു. ഇനി ഇവിടെ തന്നെ താമസം. നോക്കടി, പക്ഷികൾ വന്നിരിക്കുന്നു. അവരാ പഴമെല്ലാം തിന്നാൻ പോവാ. ഹായ് ഫ്രണ്ട്സ്, ഹായ്. ക്യാരി ഓൺ. നിങ്ങൾ തേൻ കുടിക്ക്, ഞങ്ങൾ അപ്പോഴത്തേക്കും പഴങ്ങൾ തിന്നട്ടെ. അയ്യോ, ആ നായ നമ്മളെ ഉപദ്രവിക്കുമോ? ചിലപ്പോൾ. സൂക്ഷിക്കണം. ആ ശരി.
ആരുടെ കയ്യിലും നെയ്യപ്പവും ദോശയും ഒന്നും കാണുന്നില്ലല്ലോ. ഓ, വിശക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. വഴി മാറടാ, വിശക്കുന്ന നേരത്താണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഈ വിറകാണെ കത്തുന്നൂല്ല. ഊതി ഊതി ഞാൻ മടുത്തു. എൻ്റെ കണ്ണ് നീറിയിട്ട് വയ്യ. ഉഫ്. അവന്റെ ഒരു ഗമ കണ്ടില്ലേ? ദോശയപ്പൊക്കെ അന്വേഷിച്ചു പോകുക. അടുക്കളയിലേക്കുള്ള പോക്ക ഇപ്പൊ കിട്ടിയത് തന്നെ. കാക്കേ പോ കാക്കേ, എല്ലാം തട്ടിമറിച്ചു. ഹേയ് ഹേയ്, ഒരു നിമിഷം ഒന്ന് നിൽക്കൂ, ചോദിക്കട്ടെ. ആരാ? എന്താ വേണ്ടത്? ഞാൻ ഈ വീടിൻ്റെ ഒരു എളിയ ഉടമസ്ഥനാണേ. നിങ്ങൾക്ക് എന്താണാവോ എൻ്റെ പറമ്പിൽ കാര്യം? ഈ 2 ഏക്കർ ഭൂമിയുടെ അവകാശി ഞാനാണ്. അവകാശിയോ? അത് കൊള്ളാമല്ലോ. അപ്പോൾ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്കും ഭക്ഷണം വേണ്ടേ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ? അതന്നെ. ഈ ഭൂഗോളത്തിൽ നിങ്ങൾ മനുഷ്യവർഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ പരുന്തും കീരിയും എലിയും അണ്ണാനും ഓന്തും കുറുക്കന്മാരും ഒക്കെയുണ്ട്. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അവകാശമുണ്ട്. ഞങ്ങൾക്കുണ്ട് അവകാശം. ഭൂമിയിലുണ്ട് അവകാശം. ഞങ്ങൾക്കുണ്ട് അവകാശം. ഭൂമിയിലുണ്ട് അവകാശം. ഞങ്ങൾക്കുണ്ട് അവകാശം. ഭൂമിയിലുണ്ട് അവകാശം. അവർ പ്രതിഷേധിക്കട്ടെ. പ്രതിഷേധിക്കാൻ അവർക്കും മനുഷ്യരെ പോലെ അവകാശമുണ്ടല്ലോ. എന്താണ് ഇവിടെ ഒരു ബഹളം? പക്ഷികൾ കരയുകയും നായ്കൾ കുരക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഓ അതോ, അത് നമ്മുടെ പറമ്പിലേക്ക് ചില അതിഥികൾ വന്നതാ. അതിഥികൾ അതാരാണെന്നൊക്കെ എനിക്കറിയാം. വല്ല പക്ഷികളും മൃഗങ്ങളും ഒക്കെ അല്ലേ? അയ്യോ, അതിവിടുത്തെ വീട്ടുകാരിയാ. ആള് പെശക. മാറി നിന്നോ. അതിനെന്താ, നമുക്കും ഇവിടെ അവകാശമുണ്ട്. അയ്യോ, അങ്ങോട്ട് പോകണ്ട. പോകാക്കെ, കണ്ണു തെറ്റിയാൽ അടുക്കളയിൽ കയറി കട്ട് തിന്നു. സാരമില്ല, നമുക്ക് പറമ്പിന്റെ അങ്ങേ ഭാഗത്തേക്ക് പോകാം. വാ, വിഷമിക്കണ്ട. ഈ വീട്ടിലും പറമ്പിലും എവിടെ നോക്കിയാലും പക്ഷികളും പ്രാണികളും മൃഗങ്ങളും ഒക്കെ ഉള്ളൂ. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? ഇവറ്റകളെല്ലാം അടിച്ചോടിക്കണം. നമുക്കും മക്കൾക്കും എവിടെ ജീവിക്കണ്ടേ? അരുത്, അങ്ങനെ ചിന്തിക്കരുത്. അടിച്ചോടിച്ചാൽ എങ്ങോട്ട് പോകും? എന്തു ചെയ്യും? അടുത്ത പറമ്പുകളിൽ ചെന്നാൽ ഉടമകൾ ഉപദ്രവിക്കില്ലേ? ഭൂഗോളം തന്നെ ഒട്ടധിക ഭാഗവും കഷണം കഷണങ്ങളായി ഓരോരുത്തർ, അതായത് മനുഷ്യർ, തീരെ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പക്ഷിമൃഗാദികൾ എന്തു ചെയ്യും? അവരെവിടെ പോകും? ഇത് നല്ല പുതുമ. വീടിനകം മുഴുവനും എട്ടുകാലികളും പല്ലികളും മോന്തും ഉറുമ്പും ഒക്കെയാ. പുസ്തകങ്ങളും വസ്ത്രങ്ങളും എല്ലാം ചിതല് തിന്നുന്നു. എലികളുടെ ശല്യമാണെങ്കിൽ പറയാനും വയ്യ. ഇതൊന്ന് കേൾക്കൂ. ഇവയെല്ലാം ജീവനുള്ളവയാണ്. നമ്മളെപ്പോലെ ഇവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. മതി നിങ്ങളുടെ തത്വശാസ്ത്രം. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തൽക്കാലം ഞാൻ പറയുന്നതൊന്ന് കേൾക്കാമോ? എന്താണ്? പറഞ്ഞാട്ടെ. വരിക്കപ്ലാവിൽ ചക്ക പഴുത്തു. പേരയ്ക്ക, സപ്പോട്ട, ആത്തച്ചക്ക, റുമ്മാൻ ഇതൊക്കെ പക്ഷികളും വവ്വാലും അണ്ണാനും കൊണ്ടുപോകുന്നു. ആ ചക്കയെങ്കിലും പറിച്ചു തരൂ. ഞാനും മക്കളും മക്കളുടെ മക്കളും ഒന്ന് തിന്നട്ടെ. അപ്പോൾ പക്ഷിയും അണ്ണാനുമൊക്കെ എന്തു ചെയ്യും? അവർക്കും വിശക്കില്ലേ? അവർക്കും ഇതെല്ലാം കഴിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾ പറിക്കുന്നുണ്ടോ ഇല്ലയോ? പക്ഷികളെ, അണ്ണാനെ, ക്ഷമിക്കുക, എന്നോട് ക്ഷമിക്കുക.
ചേടാ, ആ പഴുത്ത ചക്ക പറിച്ചു കൊണ്ടുപോയി ഞാൻ കഴിക്കണമെന്ന് വിചാരിച്ചതാ. പോട്ടടാ, സാരമില്ല, നമുക്ക് വിധിച്ചിട്ടില്ല. വാ, വേറെ ഉണ്ടോന്ന് നോക്കാം. ആ വീട്ടുകാരുടെ കണ്ണിൽ പെടേണ്ട. പിന്നെ ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്. നിങ്ങൾ കഴിക്കുന്നില്ലേ? ഓ, ഇപ്പോൾ വേണ്ട, പിന്നീടാവട്ടെ. എന്നാ ശരി. ഈ വീടിന്റെ അവസ്ഥ കണ്ടോ? വൃത്തിയാക്കി വൃത്തിയാക്കി മനുഷ്യൻ മടുത്തു. ഇവിടെ ഒരാൾക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകില്ല. ഒരു ജന്തു സ്നേഹം കൊണ്ട് വന്നിരിക്കുന്നു. വീണ്ടും എന്തുണ്ടായി? എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യം ഒന്നിനൊരു പരിഹാരമല്ല. നിങ്ങൾക്കത് പറയാം. ഈ വീടിനുള്ളിൽ എങ്ങനെ സമാധാനത്തോടെ കഴിയും? ഇത് കണ്ടോ? 200 എട്ടുകാലി, 50 പാറ്റ, 30 ചീവീട്, 5 തേള്, 4 പഴുതാര, 7 വണ്ട്, 2000 ഉറുമ്പുകൾ, 500 ചിതലുകൾ. അതിനൊക്കെ നീ എന്ത് ചെയ്തു? കൊന്നു, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? ഓ കഷ്ടം, നിനക്കതിനെങ്ങനെ മനസ്സ് വന്നു? അവയെല്ലാം ഈ ഭൂമിയുടെ അവകാശികളല്ലേ? തേങ്ങാക്കോല, എന്നെ വെറുതെ ദേഷ്യം പഠിപ്പിക്കരുത് കേട്ടോ. തേങ്ങ വീണല്ലോ. തേങ്ങ വീണോ? എവിടെ? തേങ്ങ തെങ്ങിൽ നിന്നല്ലാതെ പിന്നെ എവിടുന്ന് വീഴാനാ മനുഷ്യ? എന്തു പറ്റിയാവോ? തേങ്ങകൾ ഇങ്ങനെ വീഴാൻ തുടങ്ങിയാൽ ഈ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? തേങ്ങ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടല്ലേ ഈ വീട്ടിലെ ചിലവ് നടക്കുന്നത്. എന്തു പറ്റി? എങ്ങനെയാ വീണത്? എന്തു പറ്റാനാ? വല്ല എലിയും കയറി തുരന്നിട്ടതാവും. ഏയ്, അത് എലിയൊന്നും ആയിരിക്കില്ല. തെങ്ങിനെ വല്ല അസുഖം ബാധിച്ചതാവും. ഓ, തുടങ്ങി നിങ്ങളുടെ ജന്തുസ്നേഹം. എലികളെ കുറ്റം പറയില്ലല്ലോ. അല്ലെന്നേ, അത് എലിയൊന്നും ആയിരിക്കില്ല. നീ ഒന്ന് വിശ്വസിക്ക്. മതി, ഇനി നിങ്ങളൊന്നും പറയണ്ട. ഞാനേ ആ തെങ്ങേറ്റക്കാരനെ വിളിച്ചിട്ട് വരാം. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് അവൻ അറിയാൻ പറ്റും. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, മയക്ക ഭറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലിൽ വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നിന് വെച്ചാലോ മാറും നമ്മുടെ മോറ്. ബന്ധിക്കണേ തെങ്ങ് കയറ്റക്കാരനായി മുട്ടി ബന്ധിക്കണേ. എന്താ നിങ്ങളെ പ്രശ്നം? പറഞ്ഞോളി, ഇപ്പൊ ശരിയാക്കി തരാം. തെങ്ങുകയറ്റക്കാരനെ വിളിക്കാൻ പോയിട്ട് കൂട്ടുകാരിയും ഉണ്ടല്ലോ കൂടെ. തേങ്ങ വീണ വിവരം അറിഞ്ഞു വന്നതാ. ഓഹോ, എങ്കിൽ കൂട്ടുകാരിക്ക് സ്വാഗതം, തെങ്ങുകയറ്റക്കാരനും സ്വാഗതം. ബന്ധിക്കണേ മുട്ടി ബന്ധിക്കണേ. ഇനി നിങ്ങളൊന്നും ബേജാറാവണ്ട, ഞമ്മള് നോക്കിക്കോളാം. എന്താ നിങ്ങളെ പ്രശ്നം? തെങ്ങോ പനെ തെങ്ങോ? ഈ അയമുട്ടി കയറാത്ത തെങ്ങോ പന ഉണ്ടോ ഈ നാട്ടില്? ഉണ്ടോ? ഇല്ല. നിങ്ങൾക്കൊന്ന് കേക്കണോ? ആകാശം മുട്ടണ തെങ്ങ്, അയിമ കൊറേ തേങ്ങ. ആരും കേറാൻ കൂട്ടാക്കിയില്ല. പിന്നെ ആര് കേറി? ആരാ? ഈ ഞമ്മള്, ഈ അയമുട്ടി. ഞമ്മളാ തളപ്പങ്ങിട്ടിട്ട് റോക്കറ്റ് പോലെ സുറൂന്ന് മേലേക്ക് കയറി തേങ്ങയിട്ട് കരിക്കും കുടിച്ച് സുറൂന്ന് താഴേക്കും വന്ന്. താഴെ കണ്ടു നിൽക്കുന്നവരൊക്കെ എൻ്റെ മോനെ എന്താ ഒരു കയ്യടി.
എന്താലേ നമ്മളൊരു സംഭവം തന്നെ. അതൊക്കെ ഞങ്ങൾക്കറിയാം എൻ്റെ അയിമുട്ടിയേ. നീ ഇപ്പോൾ ഇവിടുത്തെ തേങ്ങകളൊന്ന് നോക്ക്. തേങ്ങ ഏത് എന്ത്? ആ, ഇവിടുത്തെ തേങ്ങ. നമ്മളത് മറന്ന്. എവിടെ തെങ്ങ്? കാട്ടിത്തരി. ദാ അവിടെ. എന്താ പറ്റിയതായി മുട്ടി? ഇതെങ്ങനെയാ വീണത്? വല്ല എലിയോ മറ്റോ ആണോ? അതോ ഇനി കൂമൻ കുത്തിയിട്ടതാണോ? ഇതിപ്പോ നമ്മൾ നോക്കിയിട്ട് 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 അതായത് ആകാശം മുട്ടുന്ന തെങ്ങ്, അയിമ കുറേ തേങ്ങ. എന്റെ അയിമുട്ടി ഒന്ന് നിർത്ത്. മതി നിന്റെ ആകാശം മുട്ടിക്കല്. നീ തേങ്ങ എങ്ങനെ വീണതെന്ന് പറയ്. ആ ശരി, പറയാ. ഇന്റെ ഒരു അഭിപ്രായത്തില് പറയ്. ഇത് എലിയും കൂമനും ഒന്നുമല്ല. പിന്നെ ഇത് വവ്വാല് തിന്നിട്ടതാ. വവ്വാലോ? അതന്നെ, വവ്വാൽ. സൂക്ഷിച്ചോളി, എല്ലാ തേങ്ങയും അത് കുത്തിയിടും. നമ്മൾ പറഞ്ഞില്ലാന്ന് വേണ്ട. അമ്പട വവ്വാലേ, അപ്പൊ നീയാണ് ഇതിന്റെ പുറകിലല്ലേ? അമ്പടാ. എന്നാ നമ്മള് പോവാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തെങ്ങോ പനയുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ, കേറാൻ നമ്മള് വരാ. ആകാശം മുട്ടുന്ന തെങ്ങ്, അയിമ കുറേ തേങ്ങ. കേട്ടില്ലേ? തേങ്ങ കൊത്തിടുന്നത് വവ്വാലുകളാണെന്ന്. വവ്വാലുകളോ? അതെ, വവ്വാലുകൾ തന്നെ. ആ തെങ്ങേറ്റക്കാരൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? വവ്വാലുകളെ കൊന്നുകളയണം. അരുത്, ഒന്നിനെയും കൊല്ലാൻ നമുക്ക് അവകാശമില്ല. തേങ്ങകൾ വവ്വാലുകൾക്ക് കൂടി ഉള്ളതാണ്, നമുക്ക് മാത്രമുള്ളതല്ല. ഓ, വീണ്ടും ജന്തുസ്നേഹം. തേങ്ങകളില്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയാകും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ എന്ത് ചെയ്യാൻ പോകുക? എൻ്റെ അമ്മാവൻ്റെ മകൻ്റെ പക്കൽ ഒരു ഭയങ്കര തോക്കുണ്ട്. വെടിപൊട്ടിയാൽ കുട പോലെ ഉണ്ടകൾ ചിതറും. ഒരു വെടിക്ക് 50 വവ്വാലെങ്കിലും ചാകും. ഞാൻ പോയി അവനെ വിളിച്ചിട്ട് വരാം. അവൻ എല്ലാത്തിനും വെടിവെച്ച് കൊന്നോളും. തോക്ക് അത് പാപത്തിൻ്റെ പ്രതിരൂപമാണ്. മനുഷ്യർ തോക്ക് കണ്ടുപിടിച്ചത് വലിയ തെറ്റായിപ്പോയി. പാപത്തിൻ്റെ സന്താനമാകുന്നു തോക്ക്. വെടിവെക്കാൻ ഞാനില്ല. ഒന്നിനെയും കൊല്ലാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ വേണ്ട, ഞാൻ ചെയ്തോളാം. വാടി. വാവലുകളെ, മാപ്പ്. നിങ്ങളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ദൈവം തമ്പുരാനെ, ഞാൻ എന്തു ചെയ്യും? ആ കശ്മല സംഹാരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. പാവം ആ മിണ്ടാപ്രാണികൾ, അവരിതൊന്നും അറിയുന്നില്ലല്ലോ. എവിടെ വവ്വാൽ എവിടെ? വവ്വാൽ എവിടെ? എനിക്ക് വെടിവെക്കാൻ ധൃതിയായി. എനിക്ക് കാണിച്ചു തരൂ. ഒളിച്ചിരിക്കാണല്ലേ? എവിടെ ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. ഞാൻ ആരാണെന്ന് അറിയാമോ? എന്റെ ഒറ്റ വെടിക്ക് 2 അല്ല 10 അല്ല 50 വവ്വാല് ചാകും. എന്റെ ഉമ്മ. ഓ, പൂച്ചയായിരുന്നോ? ഞാൻ വിചാരിച്ചു. പൂച്ചേ പോ പൂച്ചേ. അയ്യോ, തോക്ക് മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. അയ്യോ, തോക്കൊന്നും അങ്ങനെ പിടിക്കരുതിട്ടോ. ഓ, വവ്വാൽ എവിടെ? വവ്വാൽ ഇവിടെയല്ല, തെങ്ങിലാ. ഓ, തെങ്ങിലാണോ? എന്നാ നേരത്തെ പറയണ്ടേ. ഓ, കമാൺ.
വവ്വാലുകളെ കാണുന്നില്ലല്ലോ. ആ ശരിയാ, അവറ്റകൾ പകൽ നേരത്തെ ഇവിടെ ഉണ്ടാകില്ല. പിന്നെ എവിടെ ഉണ്ടാകും? ഇവിടെ അടുത്ത് പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. അതിനടുത്ത് 2 ആൽമരങ്ങളുണ്ട്. അതിൽ 2-3000 വവ്വാലെങ്കിലും ഉണ്ടാകും. എല്ലാത്തിനെയും ഞാൻ വെടിവെച്ച് കൊല്ലാം. വരൂ, നമുക്ക് പോകാം. കമാൺ. വാവലുകളെ, നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ഞാൻ നിരപരാധി. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടുകൊള്ളുക. എന്തു പറ്റി? വാവലുകളെ കൊന്നില്ലേ? ഞങ്ങളൊരു കണക്കിന് ജീവനോടെ രക്ഷപ്പെട്ടതാ. ആ ക്ഷേത്രത്തിന് ചുറ്റും കുറേ വീട്ടുകാരുണ്ട്. 100-300 പേര് ഞങ്ങളെ മാരകായുധങ്ങളുമായി വളഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? വാവലുകളെ വെടിവെച്ചിരുന്നെങ്കിൽ അവർ ഞങ്ങളെ കൊന്നു കൊലവിളിച്ചേനെ. അതെന്തിനാ? വാവലുകൾ മനുഷ്യരുടെ പൂർവികന്മാരുടെ ആത്മാക്കളാണത്രേ, വെടിവെക്കാൻ പാടില്ലാന്ന്. അങ്ങനെ അവര് പറഞ്ഞത്. അല്ല, അതങ്ങനെയല്ല. വാവലുകൾ ആരുടെയും പൂർവികന്മാരുടെ ആത്മാക്കളല്ല. കടവാതിലുകൾ എന്ന വാവലുകൾ ദൈവം തമ്പുരാൻ്റെ സൃഷ്ടികളിൽപ്പെട്ടവയാണ്. തെങ്ങുകളിലെ തേങ്ങകളിൽ അവർക്കും അവകാശമുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്കി മതി. ദൈവസൃഷ്ടിയായ ഈ പ്രപഞ്ചത്തിലെ പൂക്കളും ചെടികളും പഴങ്ങളും വായുവും വെള്ളവുമെല്ലാം ഇവിടുത്തെ സർവ്വചരാചരങ്ങൾക്കും അവകാശപ്പെട്ടവയാണ്. നാം ഒരിക്കലും സ്വാർത്ഥരാവരുത്. നമ്മൾ മനുഷ്യവർഗത്തോടൊപ്പം സകല പക്ഷികളും പ്രാണികളും മൃഗങ്ങളുമൊക്കെ ഇവിടെ സഹവർത്തിത്വത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അങ്ങനെ ഈ ഭൂമി മനോഹരമാവട്ടെ, സുന്ദര സുരഭിലമാവട്ടെ. ഓർക്കുക, എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികൾ.